നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. എരണ്ട കുഞ്ഞുങ്ങൾക്ക് രക്ഷകനായി പൊതുപ്രവർത്തകനായ മീമ്പാറ സ്വദേശി സജോ സക്കറിയ. വീടിനടുത്ത തെങ്ങിൽ നിന്ന് നിലത്ത് വീണ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട 7 എരണ്ടകളെയാണ് അവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിച്ച് സജോ രക്ഷപ്പെടുത്തിയത്. എരണ്ട കുഞ്ഞുങ്ങൾക്ക് രക്ഷകനായി പൊതുപ്രവർത്തകനായ മീമ്പാറ സ്വദേശി സജോ സക്കറിയ. വീടിന് സമീപത്തെ തെങ്ങിൽ നിന്ന് നിലത്ത് വീണ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെടുന്ന 7 എരണ്ടകളെയാണ് അവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിച്ച് സജോ രക്ഷപ്പെടുത്തിയത്. ജലാശയങ്ങളിലാണ് ഇവ അധികവും കഴിയുന്നത്. ഒന്നിലധികം പക്ഷികൾ ഒരു കൂട്ടിൽ മുട്ടയിടുന്നതാണ് രീതി. പറക്കമുറ്റാടാകുന്നതിന് മുൻപ് കൂട്ടിൽ നിന്ന് താഴേക്ക് ചാടി സമീപത്തെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിലേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ എരണ്ടകൾ വീണതിന് സമീപം ജലാശയമില്ലാത്തത് മറ്റ് പക്ഷികൾ ഇവയെ ആക്രമിക്കാൻ കാരണമായി. ഇതോടെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തത നേടാൻ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെ ഉദ്യോഗസ്ഥരുമായി സജോ ബന്ധപ്പെട്ടു. ചൂള എരണ്ടകൾ കൂട്ടമായി ജീവിക്കുന്ന കമ്മ്യൂണിറ്റി പക്ഷികളായതിനാൽ അവയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ വിടുന്നതാണ് ഉചിതമെന്ന് നിർദ്ദേശം ലഭിച്ചു. തുടർന്ന് വൈകിട്ട് 6 മീമ്പാറയിലെ പ്രകൃതിദത്ത ജലാശയമായ ചാത്തൻകുളത്തിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വിട്ടു. പൂത്തൃക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ ജോസഫ്, കുറിഞ്ഞി വാർഡ് മെമ്പർ അനു കൃഷ്ണൻ, അധ്യാപകൻ സാൻഡി എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന സിസിൽ ഡക്ക് എന്ന ഇനത്തിൽപ്പെട്ട എരണ്ട കുഞ്ഞുങ്ങളെ അത് പരിസ്ഥിതി പ്രവർത്തനമായ സാൻജോയുടെ വീട്ടിൽ വന്നതാണ് യാദൃശ്യമായിട്ട്. അത് കുറേ ഒരു കൂട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ലൈഫുള്ള ജീവിയാണ്. പല അമ്മയുടെ അച്ഛൻ്റെ കുഞ്ഞുങ്ങൾ ഒരേ കൂട്ടിൽ ഒരേ സ്ഥലത്ത് ജീവിക്കുന്നൊരു സമ്പ്രദായമാണ് ഇടയ്ക്കുള്ളത്. 2 തള്ളൊന്നും ഉണ്ടായില്ല. അതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പക്ഷികളൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. അതിലൊരു വിസിലിൻ്റെ സൗണ്ട് കൊണ്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് വിസിൽ ഡക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ രക്ഷിച്ചത് ഷെഡ്യൂളിൽപ്പെട്ടാണ്, സംരക്ഷിത ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. നേരത്തെ സാഞ്ചോയ്ക്ക് ഇത് കിട്ടിയിരുന്നത് തട്ടേക്കാട് കൊണ്ടേ കൊടുക്കുകയാണ്, പ്രൊസീജിയറുണ്ട്. അപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞത് നമ്മൾ നാട്ടിലുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെ സംരക്ഷിക്കുകയാണ്, കുളത്തിലേക്ക് അയച്ചുവിടാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്വാഭാവിക രീതിയിലുള്ള പഴയ കുളം കണ്ടെത്തി അവിടെ നമ്മളിപ്പോൾ വിട്ടത്. വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് സാഞ്ചയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മൃഗങ്ങളെ പോയിട്ടും മനുഷ്യരെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിൽ ഇത്ര കരുതലോട് തന്നെ ഇവരെ സംരക്ഷിച്ച് ഒരു നേരത്തെ ഇതുപോലെ കിട്ടിയപ്പോൾ പറഞ്ഞ് തട്ടേക്കാട് കൊണ്ട് ഏൽപ്പിച്ച് ഇപ്പോൾ നമുക്കിവിടെ സംരക്ഷിക്കാൻ പറ്റി. ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല പ്രവർത്തികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.